മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വി ശിവൻകുട്ടി, ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യം അത് അട്ടക്കുളങ്ങരയിലെ സ്കൂളിന്റെ ദൃശ്യമാണ്. അത് സെൻട്രൽ ഹൈസ്കൂൾ അട്ടക്കുളങ്ങര. താങ്കൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വളരെ പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. എന്താണ് ഉണ്ടായെന്ന് അറിയില്ല. അത് പഴക്കം ചെന്ന കെട്ടിടമാണ്. സാധാരണഗതിയിൽ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുകയും എന്തെങ്കിലും തകരാറുണ്ടോന്ന് പരിശോധിച്ച് നോക്കിയിട്ട് മാത്രമേ സ്കൂൾ തുറക്കാൻ വേണ്ടി പാടുള്ളൂ. അതാണ് സാധാരണ ചെയ്തു വരുന്ന രീതി. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി സ്കൂളുകൾ തുറക്കാനുണ്ടെന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിപ്പോൾ നമ്മളോട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് ഇതിന് ഫിറ്റ്നസ് കിട്ടിയതെന്നൊക്കെ ഉള്ളത് പരിശോധിക്കും. പക്ഷേ SSA ഓഫീസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലാതെ ക്ലാസ് മുറി അല്ല, പഠനം നടക്കുന്ന ഇടമല്ല എന്നുള്ളതാണ് ശ്രീ എൻ ഷംസുദ്ദീൻ പറഞ്ഞിട്ടുള്ളത്. അതെ, അവിടെ SSAയുടെ ഒരു വിങ് ഉണ്ട്. അത് നേരത്തെ ഞാൻ മന്ത്രിയായി വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ക്ലാസ് റൂം വേറെ മാറിയാണുള്ളത്. എങ്കിൽ പോലും അത് അപകടകരമല്ലേ? അപകടകരമാണ്. അപകടകരമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏത് ബ്ലോക്കാണ് തകരാറുണ്ടായെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പരിശോധിച്ച് ഒന്ന് അന്വേഷിച്ചിട്ട് ബാക്കി പ്രതികരിക്കാം. ഓക്കെ, താങ്ക് യു. മുൻ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് പ്രതികരിച്ച. അദ്ദേഹവും പറയുന്നത് ഇത് എങ്ങനെയാണ് ഇതിന് ഫിറ്റ്നസ് കിട്ടിയത് എന്നൊക്കെയുള്ളതിൽ ഒരു അന്വേഷണം വേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത് ഇത് SSA ഓഫീസ് ഉള്ള സ്ഥലമാണ്, ക്ലാസ് മുറിയല്ല. എങ്കിലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് എങ്ങനെ എന്നുള്ളതിൽ, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിലൊക്കെ സംശയമുണ്ട്. അതിൽ അടിയന്തരമായി തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മന്ത്രി. അട്ടക്കുളങ്ങര സെൻട്രൽ ഹൈസ്കൂളിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.